കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നല്ല മഴയാണല്ലോ. എൻ്റെ ജോലി ഗുരുവായൂരിനടുത്തായിരുന്നു. മഴ എൻ്റെ ജോലിക്കൊരു തടസ്സമാണ്. അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്കൊന്ന് വന്നു. ഇത് ഗുരുവായൂരിലെ കിഴക്കേ നടയ്ക്ക് മുമ്പിലുള്ള മഞ്ഞിലാൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് തൊട്ടേ ഞാൻ ഈ ശാസ്ത്രീയ സംഗീതം കേട്ടു തുടങ്ങിയായിരുന്നു. ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് നേരെ നീങ്ങി. കുറേ അയ്യപ്പന്മാരൊക്കെ വരുന്നുണ്ട്. കാരണം ശബരിമല സീസണാണല്ലോ. മലയ്ക്ക് പോകുന്നവർ ഇവിടെ കയറിയിട്ട് പോകാറുള്ളൂ, ചില ആളുകളൊക്കെ. കേരളത്തിലിപ്പോൾ ബംഗാളികളെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇവിടെയുണ്ട് ബംഗാളികൾ കുറേ പേര്. പക്ഷെ അവർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അതിൻ്റെ പുറമെ കുറേ ചെണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽപ്പനയാണ് പരിപാടി. അകത്തേക്ക് കിടന്നപ്പോൾ എനിക്ക് ക്യാമറ കൊണ്ട് നടക്കാൻ ഒരു മടിയായിരുന്നു. കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുക എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അകത്തേക്ക് വന്നപ്പോൾ കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ ധൈര്യമായിട്ട് ക്യാമറ പിടിച്ച് അങ്ങനെ നടന്നു. നേരെ കാണുന്നത് ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നട. ഇതിന്റെ അരികിലുള്ളത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം. ഇവിടെ ശാസ്ത്രീയ സംഗീത മത്സരം നടക്കുകയാണ്. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, ചെമ്പൈ സംഗീതോത്സവമാണത്. അടുത്തതായി സംഗീതാർച്ചന നടത്തുന്നു രാജലക്ഷ്മി ബാബുരാജ്, ചെന്നൈ. ഒരു മത്സരാർത്ഥി പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റേറ്റത്ത് വേറൊരു മത്സരാർത്ഥി വന്നിരിക്കും. ഇവർ കഴിയുമ്പോൾ അടുത്ത് തന്നെ അവർ പാടി തുടങ്ങും. പിന്നെ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ പായസം, അതായത് പ്രസാദത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. പ്രസാദം കൊടുക്കുന്നത് ഈ പടിഞ്ഞാറ് നടയുടെ അവിടെയാണ്. പടിഞ്ഞാറ് നടയുടെ അടുത്തായിട്ട് തന്നെ ശബരിമല അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. ഞാനങ്ങനെ പുറത്തേക്ക് നടക്കുമ്പോൾ മഴ അങ്ങനെ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങിയിരുന്നു. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഇവിടെ KSRTC ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെയാണ്. അവിടെ ചെന്നാൽ എറണാകുളത്തേക്ക് വണ്ടി കിട്ടും. അപ്പോൾ ഈ മഴയൊക്കെ നനഞ്ഞിട്ട് ഒരു KSRTC ബസ്സിലുള്ള യാത്ര രസകരം തന്നെയായിരിക്കും. അങ്ങനെ അത് ഉദ്ദേശിച്ച് ഞാൻ KSRTC ബസ് സ്റ്റാൻഡ് അവിടേക്ക് നടന്നു.